പ്രശാന്തേട്ടാ, ബംഗ്ലാദേശ് നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷം, അവിടെയുള്ള പല ന്യൂനപക്ഷങ്ങളും ആക്രമിക്കപ്പെടുന്നു. ബംഗ്ലാദേശിലൊരു സുസ്ഥിരമായിട്ടുള്ള ഭരണമില്ല എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ സുന്നത്ത് ചെയ്യേണ്ട അവസ്ഥയാണ്. സുന്നത്ത് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പ്രളയ സഹായം ലഭിക്കുകയുള്ളൂ എന്നുള്ള പുതിയൊരു കാര്യത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി അവരെ എത്തിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ട്വിറ്ററിലടക്കം പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ദേഹത്തു നിന്നും അവർ കെട്ടിയിരിക്കുന്ന ചരടുകളൊക്കെ മുറിച്ച് കളയുക, അവരുടെ മാലകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു സ്ത്രീകളുടെ താലിമാലകൾ പൊട്ടിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർ നിന്നു കൊടുക്കുകയാണ്. അവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ നമുക്കറിയാം 8 ജില്ലകൾ പ്രളയത്തിൽ ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ബംഗ്ലാദേശിലുണ്ടായി. അത് ഇന്ത്യയിലുള്ള ത്രിപുരയിലെ ധുംപൂർ ഡാം തുറന്നു വിട്ടപ്പോഴാണ് ആ രീതിയിലുണ്ടായത്. ആ രീതിയിൽ സംഭവം ഉണ്ടായപ്പോഴേക്കും ബംഗ്ലാദേശിൽ ഇപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് അവിടെയുള്ള തീവ്ര ഇസ്ലാമികവാദികൾ അവിടെയുള്ള നമ്മുടെ ന്യൂനപക്ഷങ്ങളെ മതം മാറ്റാനായിട്ടുള്ള ശ്രമം, ഇതാണ് അവസരം എന്ന് പറയുകയാണ്. എല്ലാ പ്രതിസന്ധിയും അവരൊരു അവസരമായിട്ട് കാണുകയാണ്. വികസനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, മതം മാറ്റാനുള്ള. എന്തൊരു മതഭ്രാന്തന്മാരാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളെ ചില ആൾക്കാർ പറയില്ലേ, നമ്മളെല്ലാ പ്രതിസന്ധിയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണണമെന്ന്. ഇവരത് കാണുന്നത് അവിടെ ഇനി 1 കോടി ന്യൂനപക്ഷങ്ങളുണ്ട്, ഹിന്ദുക്കൾ 1 കോടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ബാക്കിയുള്ള എല്ലാം കൂടെ ചേർത്ത് കുറച്ച് കൂടുതൽ വരും. അപ്പോൾ അവരെല്ലാവരെയും എങ്ങനെയെങ്കിലും ഇവരുടെ ഭാഗത്തോട്ട് എത്തിക്കുക. ഇവരുടെ ഭാഗത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശ് മുഴുവൻ മുസ്ലിം ആയെന്ന് വിചാരിച്ചുള്ളൂ, അവിടെ ന്യൂനപക്ഷമേ ഇല്ല എന്ന് വിചാരിച്ചുള്ളൂ. എങ്കിൽ പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങും. കാരണം ബംഗ്ലാദേശിൽ കലാപം നടത്തിയത് വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ അവർ ഹിന്ദുക്കൾക്ക് നേരെ തിരിഞ്ഞു. പിന്നീട് അവർ പരസ്പരം അങ്ങോട്ട് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ധാക്കയിൽ ഈ ബംഗ്ലാദേശിലെ പാരാമിലിറ്ററി ഫോഴ്സും അവിടെയുള്ള വിദ്യാർത്ഥികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണ് ഈ ബംഗ്ലാദേശിൽ നടക്കുന്നത്? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മ്യാൻമർ നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം, ഇവിടെയുള്ള ഹിന്ദുക്കളെ കൂടെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മളിത് ദേശീയ രാഷ്ട്രീയത്തിലും നമ്മൾ അന്താരാഷ്ട്ര വേദികളിലും സജീവമായിട്ട് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു പോംവഴി? എന്താണ് ഇങ്ങനെ ബംഗ്ലാദേശ് മുന്നോട്ട് പോകുന്നത്? ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇതിപ്പോൾ ധനുഷ് ഇങ്ങനെ ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നത് ഇപ്പോഴാണ്. 1930 തുടങ്ങിയതായത്. അതിനുശേഷം വിഭജനത്തിന് ശേഷവും അതിനുശേഷം 90കളിൽ 80കളിൽ ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ അവസ്ഥ ഞാനീ പറഞ്ഞത്. ആരും ചർച്ച ചെയ്യാനോ പരിഗണിക്കാനോ പോലും ഇല്ല. ഏതാണ്ട് 40% പോട്ടെ 29% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഹിന്ദുക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ 8% അങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നത്. 7.5%. 22%-ൽ നിന്ന് 7.5%. അപ്പം ഈ 7.5% അവിടുത്തെ ഹസീന നിൽക്കുന്ന സമയത്താണുള്ളത്. അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് അവിടുത്തെ ഈ ന്യൂനപക്ഷങ്ങളോടുള്ള വേട്ടയിൽ ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര നിന്നത്. അല്ല, ഹസീന 2009 വീണ്ടും കയറിയത്. എന്നിട്ട് ഇതുവരെ ഹസീന ഭരിക്കുകയായിരുന്നു. അപ്പം മുതലാണ് സത്യം പറഞ്ഞാൽ ബംഗ്ലാദേശ് സ്റ്റേബിൾ ആയത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ. അതിനു മുമ്പ് 1975 നമ്മുടെ അയാളെ വധിച്ചു, ഹസീനയുടെ പിതാവിനെ വധിച്ചു. അതിനുശേഷം ഹസീന പുറത്തായിരുന്നു, അതുകൊണ്ട് ഹസീനയെ വധിക്കാൻ പറ്റിയില്ല. അതിനുശേഷം അവിടുത്തെ പട്ടാള അട്ടിമറി നടന്നു. 96 വരെ അവിടെ പ്രതിപക്ഷവും പട്ടാളവും മാറി മാറി ഭരിച്ചു. 96 വീണ്ടും ഹസീന വന്നു, പിന്നീട് വീണ്ടും അട്ടിമറിക്കപ്പെട്ടു. വീണ്ടും 2009 വരുന്നത്. അതുവരെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയായിരുന്നു. അപ്പോഴും ഇന്ത്യ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഇന്ത്യയിൽ UPA സർക്കാരാണ് ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വന്നില്ല. ഇക്കാര്യങ്ങൾ UPA സർക്കാരല്ല. ഇതുവരെ ഹിന്ദുവിൻ്റെ കാര്യം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അത് പരിഗണനയിലോ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു അവസ്ഥ ഇല്ലായിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ലോകത്തുടനീളം അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കൊരു വിഷയം വന്നാലും ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് ഹിന്ദുവിനൊരു വിഷയം വന്നാലും അല്ലെങ്കിൽ ഹിന്ദുക്കൾ സംഘടിക്കാനും ആ സംഘടിക്കുന്ന ഹിന്ദുക്കൾ പറയുന്നത് കേൾക്കാനും ഒക്കെ ലോകം തുടങ്ങി. കാരണം പല ലോകരാജ്യങ്ങളിലും ഇന്ന് RSS പോലെ, അതായത് 66 രാജ്യങ്ങളിൽ RSS സജീവം. RSS എന്ന പേര് RSS അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ സംഘടനകൾ ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ആൾക്കാർ കൂടിയുള്ള സംഘടനയായിട്ട് മാറിയിട്ടുണ്ട് പല രാജ്യങ്ങൾ. അപ്പോൾ ഹിന്ദു ഒരു പ്രധാനപ്പെട്ട സമൂഹമായിട്ട് ഇന്ത്യയിലല്ല ലോകത്തും മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ വിഷയം ഇന്ന് ചർച്ചയാവുന്നത്. അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിനെ ഹിന്ദുവിൻ്റെ കൊന്ന കണക്കെടുക്കാൻ ഞാൻ ഈ പറയുന്ന 30 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ വളരെ കൂടുതലുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹസീന അറിയാമല്ലോ,
ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള അല്ലെങ്കിൽ ദേശസ്നേഹിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഏതാണ്ട് 60% ആൾക്കാർ വോട്ട് ചെയ്ത് മൂന്നാമത്തെ തവണ കൊണ്ടുവന്ന് പ്രധാനമന്ത്രിയെ വലിച്ച് തറയിലിടുന്നതിന് ഒരു വിപ്ലവം ഉണ്ടാക്കി, അതിനാരുടെയൊക്കെ സഹായം ഉണ്ടായിരുന്നു, ഒരു കലാപത്തിൽ കൂടി കൊണ്ടുവന്നു. അവിടെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മത വർഗീയത തീവ്രവാദ അല്ലെങ്കിൽ ടെററിസ്റ്റ് സ്വഭാവമുള്ള ഒരു സംഘടനയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അതായത് മതരാജ്യമാക്കുന്നതിന് വേണ്ടി അഫ്ഗാൻ്റെ കൂട്ടുകാരൻ അതേ രീതിയിൽ മതരാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കും. അപ്പോൾ അത് എത്ര കണ്ട് മുന്നോട്ട് പോകും നമുക്കറിയത്തില്ല. ആ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ ഈ പറയുന്ന ഇന്ത്യ പോലെയുള്ളതും അല്ലെങ്കിൽ ചൈന പോലെയുള്ളതും അമേരിക്കൻ്റെ ഇടപെടലിലാണെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് അതിനകത്ത് ഇപ്പം ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം നമ്മളോട് ആദ്യത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മളോടായിരുന്നു ബംഗ്ലാദേശ് ശാസ്ത്രീന്, അത് കഴിഞ്ഞ് ചൈനയോടായിരുന്നു. യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത അമേരിക്കയോടായിരുന്നു. അതുകൊണ്ട് ഈ അമേരിക്കയുടെ താല്പര്യമാണ് ഇത് സംഭവിപ്പിച്ചത്. പാകിസ്ഥാനോട് ഇടപെട്ട് ചൈനയ്ക്ക് ഈ ഒരു ഭരണകൂടം ഇപ്പം നിൽക്കുന്ന ഭരണകൂടത്തോട് നമ്മൾ ഈ പറയുന്നതോട് താല്പര്യമില്ല. കാരണം അത് അമേരിക്കൻ ഭരണകൂടം. ഈ പട്ടാള അട്ടിമറി വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ പറയുക, ഒന്നാമത്തെ കാര്യം സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്കയ്ക്ക് വേണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. രണ്ടാമത്തെ കാര്യം ആ ബംഗ്ലാദേശ് പട്ടാളത്തിൻ്റെ തലവനായിട്ട് അവരോധിതനായത് ഒരു ചൈനീസ് വംശജനാണ്. പിന്നെ ബംഗ്ലാദേശി സിവിലിയൻ ആണെന്നുള്ളത്, പക്ഷെ വംശജൻ ചൈനീസാണ്, ചൈനയായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തെ ഇന്ത്യ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ റഷ്യ പറഞ്ഞു ഇന്ത്യ താക്കീത് കൊടുത്തു, ഇയാളെ കയറ്റരുത്. അജിത് ഡോവലൊക്കെ പറഞ്ഞു ഇയാൾ അതിൻ്റെ തലപ്പത്ത് കയറ്റരുത്, അപകടമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാനായിട്ട് ഷേഖ് ഹസീന അടക്കം തയ്യാറായില്ല. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു റോഹിംഗ്യൻ മുസ്ലിം എന്ന് എങ്ങനെ ഇരിക്കും നമ്മുടെ കേരളത്തിൻ്റെ? കാരണം കേരളത്തിൽ മൊത്തം ഇപ്പോൾ ബംഗ്ലാദേശികളാണല്ലോ. നാളെ ഒരു റോഹിംഗ്യൻ മുസ്ലിം ഇവിടെ നിന്ന് മത്സരിച്ച് അതിൻ്റെ തലപ്പത്ത് കയറി എങ്ങനെ ഇരിക്കും? അപ്പോൾ അതുപോലെ കഴിഞ്ഞ അവിടെ ഒരു ചൈനീസ് വംശജനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഉടനെ തന്നെ മാറ്റം കണ്ടു തുടങ്ങിയില്ലേ. അമേരിക്ക പിന്നെ പിന്നിലുണ്ടായിരുന്നു. അമേരിക്ക അത് ഇപ്പോൾ പട്ടാള അട്ടിമറിയായി, ബഹളമായി, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി. ഇപ്പോൾ ഗ്ലോബലി ഇന്ത്യക്ക് ഹിന്ദു ലൈഫ് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് അതിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു, നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ചരിത്രപരമായിട്ടുള്ള നീക്കമാണ്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഉള്ള ഹിന്ദുക്കളെ പോലും പെട്ടെന്ന് മതം മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനമൊക്കെ നീങ്ങിയിട്ടുണ്ട്. അല്ല, അത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ നിരോധനവും നീങ്ങി അവിടുത്തെ ഭരിക്കുന്ന ആൾക്ക് ക്രിമിനൽ കേസിൽ രാജ്യത്ത് കയറാൻ പറ്റാത്ത ആളല്ലേ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന മുഹമ്മദ്. അപ്പം ഞാനീ പറഞ്ഞത് ഇതിനകത്ത് ഇപ്പം നമ്മളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിനകത്ത് ബംഗ്ലാദേശിന് ഈ പറയുന്നത് പോലെ നമ്മളെ ഒന്ന് നോക്കാൻ പോലുള്ള ത്രാണിയില്ല. അപ്പം അതിനകത്തു നിന്ന് നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തു നിന്നുള്ള ഈ പറയുന്ന പോലെ തീവ്രവാദികളെല്ലാം കൂടി ഇവിടെ കയറി വരും. അപ്പോൾ ആ രാജ്യം നല്ല നിലയിൽ പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം ഇന്ത്യ നടത്തിയേ മതിയാവത്തുള്ളൂ, നടത്തുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പെട്ടെന്ന് ഒരു അട്ടിമറിക്ക് ശേഷം തിരിച്ചതേ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതിന് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയുടെ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമേരിക്കയാണ് ഇത് ഇത്തരത്തിലാക്കിയത്. കാരണം അവരുടെ ഈ താല്പര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്നുകൊണ്ട് നമ്മളെ ഉൾപ്പെടെ ഉപദ്രവിക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിലെ തുറമുഖം നമ്മൾ ആക്സസ് ചെയ്യാൻ തുടങ്ങി, അപ്പോഴാണ് ഈ പ്രശ്നം. നല്ല പ്രശ്നം, എല്ലാം കൊണ്ടും പ്രശ്നമാണ് അവിടുത്തെ ഇറാഖിലെ. അപ്പം നമ്മൾ വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ നമുക്ക് നാളെ കാലത്തെ അല്ലെങ്കിൽ ഈ അമേരിക്ക ചിന്തിക്കുന്ന പോലെ 50 കൊല്ലത്തിനപ്പുറത്തെ കാര്യങ്ങൾ ചിന്തിച്ചുള്ള നീക്കങ്ങൾ നടത്തി തുടക്കിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദി. ആ എക്കണോമിക്കൽ ഗ്രോത്ത് തന്നെയാണ് അമേരിക്ക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പക്ഷേ വളരെ തന്ത്രപ്രധാനമായിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്ന കണക്കല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യത്തിൽ നമ്മൾ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളിനെയും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തെയൊക്കെ നമുക്ക് തന്നെ ദേഷ്യം വന്നിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നരേന്ദ്രമോദി എത്ര പ്രകോപിപ്പിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ ആ സാധനത്തിനെ ഇവിടെ പൊങ്ങുന്നതിനെ അവിടെ അടിച്ച്, ഇവിടെ പൊങ്ങുന്നതിനെ ഇവിടെ അടിച്ച്, ഇങ്ങനെ ആ താളത്തിൽ കൊണ്ടുപോവാണ്. 7 ട്രില്യൺ എന്നുള്ളത് പുള്ളി എത്തിക്കും. വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് ഇപ്പം നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്ത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നരേന്ദ്രമോദിക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒന്ന് ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കുൾപ്പെടെ ബംഗ്ലാദേശിനുൾപ്പെടെ ഈ പറഞ്ഞ നമ്മുടെ മറ്റ് ബോർഡർ രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ. നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ നിയന്ത്രണത്തിൽ വരും. നമ്മൾ ആഗ്രഹിക്കുന്നവരൊക്കെ അവിടെ തന്നെ ഭരണത്തിൽ വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണം നമ്മുടെ നിയന്ത്രണത്തിലാവും. 2024 ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മോദി ഒന്ന് ഡൗൺ ആയോ? ഇല്ല, ഞാനതാണ് ഇപ്പം ധനുഷെടുത്ത് പറയും, മോദി ഡൗൺ അല്ല. പക്ഷേ മോദി ഡൗൺ ആയതുപോലെയാണ്. മോദി പമ്മുന്നുണ്ട്. മോദി പമ്മുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മോദി പമ്മുമല്ല പറയുന്ന മനസ്സിലായി. ഇപ്പം കഴിഞ്ഞ ദിവസം അതിനൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അമ്മയിൽ നിന്ന് രാജിവെച്ചു. ചില വിഡ്ഢികൾ വിചാരിക്കും അയാൾ രാജിവെച്ച് പരാജയം കൊണ്ടാണ് രാജിവെച്ചതെന്ന്. ചില യുദ്ധങ്ങൾ കോംപ്രമൈസ് ചെയ്ത് പോകുന്നതോ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതോ
ആണ് ലാഭമെങ്കിൽ അത് തന്നെയല്ലേ നല്ലത്. അതെ. മോഹൻലാലിനെ പ്രസിഡൻ്റായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കോർണർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ശരങ്ങൾ മൊത്തം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ കോർണർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ തന്നെ മോദി ഇപ്പം നിൽക്കുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യയാണ്. ഇന്ത്യ ലോകത്തിൻ്റെ നിറയിലെത്തിക്കുന്നതിന് വേണ്ടി അതിന് വട്ടം നടന്ന് പല അടികളും നടത്തും. അതെല്ലാം അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാതെ അതെല്ലാം തരണം ചെയ്ത് ഈ ഒരു ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശ് നമുക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അതിനകത്ത് നമുക്ക് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്ക് ഹിന്ദു രാഷ്ട്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹിന്ദുക്കളെ കൊല്ലുമ്പോഴാണല്ലോ. പക്ഷേ അത് നമുക്കിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഗ്രാജുവലി ഇടപെടാൻ പറ്റത്തില്ല. ഇടപെടുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മുടെ രാജ്യമാണല്ലോ നമുക്ക് വലുത്. ബംഗ്ലാദേശ് അല്ലല്ലോ, ഇന്ത്യ കഴിഞ്ഞാണല്ലോ ബംഗ്ലാദേശ്. ആഗ്രഹം ഇന്ത്യ പിടിക്കണം, സാമ്പത്തികമായിട്ട് ഉണ്ടാവണം. അവിടെ കയറി പിടിച്ചവർ വേറെ ആൾക്കാരെ കയറി പിടിപ്പിക്കണം. മമതാ ബാനർജി പറഞ്ഞത് പറയാനൊക്കത്തില്ലല്ലേ. പിന്നെ UN ഇടപെടും. അത് ഇസ്രായേൽ അമേരിക്കയുടെ പപ്പറ്റായതുകൊണ്ട് ഇസ്രായേലിന് എന്ത് തെണ്ടിത്തരവും ചെയ്യാം. പക്ഷേ ഇന്ത്യ കയറിയിട്ട് ബംഗ്ലാദേശ് എന്തെങ്കിലും ഇതിനെ ഉടനെ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി, കരാറുകളുടെ ലംഘനമായി, മറ്റതായി മറിച്ചതായി എന്നൊക്കെ പറഞ്ഞ് പിടിക്കാനുള്ള ശ്രമം കയ്യിൽ വെച്ചിരുന്ന നരേന്ദ്രമോദി പറയുന്നത്. അതായത് ബംഗ്ലാദേശിനെ നരേന്ദ്രമോദിയുടെ കയ്യിൽ ഒതുക്കും. അവിടെ ഉള്ള ഈ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ അവിടുത്തെ താല്പര്യങ്ങളും അവിടുത്തെ ജനങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഒരു ഭരണകൂടത്തെ അദ്ദേഹം വാർത്തെടുക്കും. അതിന് സംശയമൊന്നും വേണ്ട. അതിന് നരേന്ദ്രമോദിയുണ്ട്, അമിത്ഷായുണ്ട്, പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ അജിത് ഡോവലുണ്ട്.